ബംഗാളിലെ സന്ദേശ് ഗലി അതിക്രമത്തിൽ മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദേശ് ഗലിയിലെ സ്ത്രീകളെ മമത വഞ്ചിച്ചു. പ്രതിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സർക്കാർ സംരക്ഷണമൊരുക്കി. അതിക്രമത്തിൽ ഇന്ത്യ മുന്നണി മൗനം പാലിച്ചെന്ന് മോദി കുറ്റപ്പെടുത്തി. ബംഗാളിലെ അരംബാഗിൽ നടത്തിയ പ്രസംഗത്തിലാണ് മോദിയുടെ രൂക്ഷ വിമർശനം. देश की इन उपलब्धियों के बीच बंगाल की स्थिति भी आज पूरा देश देख रहा है। मां, माटी, मानुष, ये इसके ढोल पिटने वाली टीएमसी ने संदेश खाली की बहनों के साथ जो किया है वो देखकर पूरा देश दुखी है, आक्रोशित है. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നോബൽ, ഇന്നലെയാണ് TMC നേതാവായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ അതിക്രമം നടത്തി. ഒപ്പം സന്ദേശ് ഗലി മേഖലയിൽ വ്യാപകമായ ഭൂതട്ടിപ്പ് ഉൾപ്പെടെ നടന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഉയർത്തിയിരുന്നത്. ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്ന ദിവസങ്ങളോളം, ആഴ്ചകളോളം മമതാ സർക്കാർ ഇയാളെ സംരക്ഷിച്ചു എന്ന രീതിയിൽ BJP ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നരേന്ദ്രമോദി ബംഗാളിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും ആ അറസ്റ്റ് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡാമേജ് തീരുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഈ വിഷയം പൊതു റാലിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് മോദി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ബിനിൽ, ഈ സന്ദേശ് ഗലി വിഷയം വലിയ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ചയാക്കാനാണ് BJPയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനം തൃണമൂൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും എതിരെ ഇന്നിപ്പോൾ ഉയർത്തിയത്. പ്രധാനമന്ത്രി പരിപാടി പശ്ചിമ ബംഗാളിലെ അരംബാഗിലായിരുന്നു. അവിടെ രൂക്ഷ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് രാജ്യത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് സന്ദേശ് ഗലിയിൽ നിന്ന് ഉണ്ടായത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മമതാ ബാനർജി അവിടുത്തെ അവിടുത്തെ സ്ത്രീകളെ വഞ്ചിച്ചു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഷെയ്ഖ് ഷാജഹാന് എല്ലാ നിയമലംഘനത്തിലും തൃണമൂൽ കോൺഗ്രസ് സർക്കാർ എല്ലാ അവസരങ്ങളും നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ 2 മാസക്കാലം, പ്രത്യേകിച്ച് 55 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത്. 55 ദിവസത്തോളം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒളിച്ച് താമസിക്കാനുള്ള അവസരങ്ങൾ നൽകി. അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നടക്കമുള്ള വിഷയമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ ഈ വിഷയത്തിൽ എല്ലാം മൗനം പാലിച്ചു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമായും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അവരെ ഉപമിച്ചത് ഗാന്ധിയുടെ 3 മങ്കികൾ എന്ന കുരങ്ങന്മാർ എന്ന പേരിലാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ കാതുകൾ അടച്ചുകൊണ്ട് വാ മൂടിക്കെട്ടിക്കൊണ്ട് അവർ മിണ്ടാണ്ടിരുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുകയും ചെയ്തത്. എന്താണെങ്കിലും സന്ദേശ് ഗലി വിഷയം വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. നേരത്തെ തന്നെ BJP ഒരു സമിതിയെ ഉൾപ്പെടുത്തി തീരുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് വിടുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ചയായാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അവിടെ എത്തുകയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും എതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതേപടി തന്നെ ഈ വിഷയം നിലനിർത്താൻ തന്നെയായിരിക്കും BJP ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഷാജഹാൻ ഷെയ്ഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾക്കെതിരെ 1300-നടുത്ത് പരാതികളാണ് സർക്കാരിന് ലഭിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി സർക്കാർ വ്യക്തമാക്കിയത്. ഇതിൽ 400 എണ്ണം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇത്രയധികം കൃത്യങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരാൾക്കെതിരെ ഇത്രയും കുറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പരാതികൾ ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയധികം പരാതികൾ, 1200-ലധികം വരുന്ന പരാതികൾ ലഭിച്ചിരുന്നു. കോടതിയുടെ ഭാഗത്തുനിന്നും വലിയ പരിഹാസം ഉണ്ടായി. കാരണം 10 വർഷം നടത്താനുള്ള കേസുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ എന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. നേരത്തെ കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് പിന്നാലെയാണ് ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. എന്താണെങ്കിലും ഈ വിഷയം സജീവ ചർച്ചയാക്കി പ്രചരണമാക്കി അവിടെ ഇന്ത്യ സഖ്യത്തിനും അതോടൊപ്പം തന്നെ TMCക്കും എതിരെ പ്രചാരണം നടത്തുവാനും അതോടൊപ്പം തന്നെ അതുവഴി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം മമതാ ബാനർജിക്കും ഇന്ത്യ സഖ്യത്തിനും ഉൾപ്പെടെ ഈ സന്ദേശ് ഗലി വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ബിനിൽ.